കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ സംസ്ഥാന പാത 6 സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രാമമാണ് മാന്നാർ. ഇത് ബെൽ മെറ്റൽ ടൗൺ എന്നും അറിയപ്പെടുന്നു. മാന്നാർ വെങ്കല വ്യവസായത്തിനും മറ്റു ലോകങ്ങൾക്കും പേര് കേട്ടതാണ്. നൂറുകണക്കിന് പരമ്പരാഗത ചൂളകൾ മാന്നാറിലുണ്ട്. പരമ്പരാഗത തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ചെറുകിട സ്ഥാപനങ്ങൾ ഇവിടെ കാണാം. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ സന്ദർശിക്കാനും നിർമ്മാണം നിരീക്ഷിക്കാനും തുടർന്ന് നിർമ്മിച്ച പുരാവസ്തുക്കൾ വാങ്ങാനും കഴിയും. നിലവിളക്ക്, ഉരുളി, ചേമ്പി, കിണ്ടി, കിണ്ണൻ എന്നിവയാണ് അവർ ഉണ്ടാക്കിയിരുന്ന പ്രധാന വീട്ടുപകരണങ്ങൾ. ആയിരത്തി 1742 തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ച പ്രസിദ്ധമായ മാന്നാർ ഉടമ്പടിയുടെ വേദിയായിരുന്നു മാന്നാർ. ഈ കർമ്മത്തിനു ശേഷം കായംകുളവും മധ്യ തിരുവിതാംകൂറിന്റെ ഒരു പ്രധാന ഭാഗവും തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായി മാറി. ചിങ്കിളി ആചാരി, നീലകണ്ഠൻ ആചാരി എന്നിവരായിരുന്നു ഏറ്റവും പ്രശസ്തരായ പാത്ര നിർമ്മാതാക്കൾ. കുരട്ടിയിൽ നീലകണ്ഠൻ ആചാരി എന്ന വിദഗ്ധനായ കരകൗശല വിദഗ്ധനായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചത്. പിന്നീട് വ്യാവസായികം വലിയ രീതിയിൽ വളർന്നപ്പോൾ സ്വർണത്തിന് പകരം വെങ്കലത്തിന്റെ പേരിൽ ഗ്രാമം പ്രശസ്തി ആർജിച്ചു. നാഗാലാൻഡ് സ്പീക്കറുടെ വസതിയിലെ വലിയ ഓട്ടുമണി, ഡൽഹി പ്രഗതി മൈതാനിയിലെ ക്രാഫ്റ്റ് മ്യൂസിയത്തിലുള്ള 1200 കിലോയുടെ വാർപ്പ്, സിംല ക്ഷേത്രത്തിലെ 3500 കിലോയുടെ ഭീമാകാരൻ ഓട്ടുമണി, കുറവലിങ്ങാണ്ട് പള്ളിയിലെ വിളക്ക്, ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കൂറ്റൻ ആൽവിളക്ക്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2 ടൺ ഭാരമുള്ള വാർപ്പ് എല്ലാം നിർമ്മിക്കപ്പെട്ടത് വെങ്കല നിർമ്മാണത്തിന്റെ പെരുമ പേറുന്ന മാന്നാർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഊട്ടുപാത്രങ്ങളുടെ നിർമ്മാണ രീതി നേരിട്ട് കാണാൻ രാജന്റെ ആലയിലേക്കാണ് ആദ്യം ചെന്നത്. പണിയെല്ലാം തീർത്ത ഒരു വാർപ്പാണ് ആദ്യം കണ്ടത്. വാർപ്പിന്റെ മൺമാതൃകകൾ ഒരു ഭാഗത്ത് തയ്യാറാകുന്നു. വെയിൽ കൃത്യമായി കിട്ടിയാലേ പണി നടക്കൂ. ആലയിൽ ഉള്ളവരെല്ലാം തിരക്കിട്ട ജോലികളിലാണ്. മാന്നാറിൽ മാത്രം കിട്ടുന്ന ചെളി ഉപയോഗിച്ചാണ് ഈ കരുവെല്ലാം നിർമ്മിക്കുന്നത്. ഓരോ കരുവിൻ്റെയും വലുപ്പത്തിനനുസരിച്ച് അത് നിർമ്മിക്കുന്ന സമയവും മാറും. ചെറിയ കരുവാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പണി തീരും, വലുതാണെങ്കിൽ 3 ആഴ്ച എടുക്കും. പല നിർമ്മാണ ഘട്ടത്തിലൂടെയാണ് ഓരോ മണിയും ഉരുളിയും കടന്നു പോകുന്നത്. നിലവിളക്കിൻ്റെയും മണിയുടെയും ആകൃതിയിലുള്ള കരു ഉണ്ടാക്കുന്നത് മുതൽ വാർക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ. കരുവിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ അതുവരെ ഉണ്ടായിരുന്ന അധ്വാനം പാഴായി പോയെന്നർത്ഥം. പമ്പയാറിനോടും അച്ചൻകോവിലാറിനോടും ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് മാന്നാർ. തിരുവല്ലയിൽ നിന്നും മാവേലിക്കരയ്ക്കുള്ള വഴിയെ പോകുമ്പോൾ ഇരുവശങ്ങളിലും വലിയ നിലവിളക്കുകളും ഓട്ടുരുളികളും നിരത്തി വെച്ചിരിക്കുന്ന കടകൾ കാണാം. വെങ്കല ശില്പങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരുപാട് കുടുംബങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത് നാമമാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി രാജന്റെ ആലയിൽ നിന്ന് നേരെ പോയത് രതീഷിന്റെ ആലയിലേക്കാണ്. ഇവിടെ പ്രധാനമായും വിഗ്രഹങ്ങളും ആർട്ട് വർക്കുകളുമാണ് ചെയ്യുന്നത്. ശില്പങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിർമ്മിക്കേണ്ട വസ്തുവിൻ്റെയോ ശില്പത്തിൻ്റെയോ ആകൃതിയിലുള്ള കരു ഉണ്ടാക്കും. ചെളി, ചണം, ചാണകം ഇവയെല്ലാം ചേർന്ന് മിശ്രിതമാക്കിയ നല്ല മിനുസവും പശയുമുള്ള മണ്ണുകൊണ്ടാണ് കരു നിർമ്മാണം. അത് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം വാക്സ് ഇടും. കരുവിൻ്റെ മുകളിൽ കൃത്യമായി ആകൃതിയിലാണ് വാക്സ് പുരട്ടുന്നത്.
അതിനു മുകളിലേക്ക് പലതരത്തിലുള്ള മണ്ണ് കൊണ്ട് മൂടും. ആദ്യം മൃദുവായ മണ്ണും അതിനുശേഷം പരുപരുത്ത മണ്ണുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3-4 തവണ ആവർത്തിക്കും. കരുവിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. അതിനു മുകളിൽ ഓട്ടക്കലം പതിച്ച് ഉണങ്ങാൻ വയ്ക്കും. പിന്നീട് കരു ചൂളയിൽ വെച്ച് ചൂടാക്കുമ്പോൾ വാക്സ് പുറത്തേക്ക് പോകും. അല്പനേരം വെച്ച ശേഷം കരു മണ്ണിൽ കുഴിച്ചിടും. അതിനുശേഷമാണ് ഉരുക്കിയ ഓടൊഴിക്കുന്നത്. ചൂടാറിയ കരുക്കളിൽ നിന്ന് ലോഹം വേർപെടുത്തിയെടുക്കുക എന്നതാണ് അവസാനത്തെ പണി. അടുത്ത ദിവസമാണ് ഇത് ചെയ്യുക. വലിയ ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ മണ്ണ് പൊട്ടിയളർന്നു പോരും. ഒടുവിൽ ഭംഗിയാക്കി പോളിഷ് ചെയ്തെടുക്കും. നൂറ്റാണ്ടുകൾക്ക് മുന്നേ കൊരട്ടി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഇവിടെ എത്തിയ വിശ്വകർമ്മ വിഭാഗക്കാരെ ചുറ്റിപ്പറ്റിയാണ് മാന്നാർ എന്ന വെങ്കല ഗ്രാമം വികസിച്ചത്. ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ പണിയാളുകളും പിന്നീട് കടകളും ഉണ്ടായി. 14-ാം നൂറ്റാണ്ട് മുതൽക്കേ ഈ സമൂഹം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുമ്പൊക്കെ വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും ചേർന്നാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നത്. 25ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ കഷ്ടിച്ച് 60 കുടുംബങ്ങളെ കാണൂ. മാന്നാർ റോഡരിയിൽ തന്നെ 7-8ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതും ഇപ്പോഴില്ല. പുതിയ തലമുറയിലുള്ളവരാരും ഈ മേഖലയോട് കാര്യമായ പ്രിയം കാണിക്കുന്നില്ലെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 1-2 തലമുറ കഴിയുമ്പോഴേക്കും ഈ വെങ്കലപ്പെരുമ തന്നെ ഇല്ലാതായേക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. കണ്ടു വളർന്ന വിഗ്രഹങ്ങളും ചെയ്തു വന്ന തൊഴിലും ഇല്ലാതാവുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്.